Hi everyone, welcome to my channel. My name is Lulu Saliha and this is my first vlog. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എനിക്ക് കിട്ടുന്ന ഓർഡേഴ്സിൽ വരുന്ന ഗിഫ്റ്റ് ബൊക്കേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊരു അർജൻറ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബെല്ല വീറ്റയുടെ ഒരു പെർഫ്യൂം എടുത്തിട്ടുണ്ട്, ഷുഗറിൻ്റെ നെയിൽ പോളിഷ് സെറ്റ് ഉണ്ട്, ഡവിൻ്റെ ബോഡി വാഷ്, ലാക്മേൻ്റെ ഷീറ്റ് മാസ്ക്, അതുപോലെ പിന്നെ ഫെറേറോ വാഷേഴ്സും പിന്നെ 2 ജ്വല്ലറി ഐറ്റംസും അങ്ങനെ ചെറിയ സ്മോൾ ക്യൂട്ട് ഗുഡീസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾ ദീസ് ടൈപ്സ് ഓഫ് ഗിഫ്റ്റ്സ് ആർ ആക്ച്വലി വെരി ഈസി ആൻഡ് കസ്റ്റമൈസബിൾ ഫോർ യുവർ ബർത്ത്ഡേസ്, ആനിവേഴ്സറീസ് അല്ലെങ്കിൽ ഏതൊരു ഒക്കേഷനാണെങ്കിലും അതിലേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ബൊക്കേസ് എന്ന് പറയുന്നത്, ലൈക്ക് ഗുഡി ബൊക്കേസ് എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് ഐറ്റംസ് നമുക്ക് വേണ്ടത് ബൊക്കെ ഷീറ്റ്സ് ആണ്. നമുക്ക് ഒരു ക്രാഫ്റ്റ് സ്റ്റോറിലോ അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ നമ്മളൊരു കളർ തീം എല്ലാം സെറ്റ് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ നമ്മൾ ഈ ബൊക്കയിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ക്ലോക്ക് ക്ലിപ്പും, പിങ്ക് ക്ലോക്ക് ക്ലിപ്പും, അതുപോലെ തന്നെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ക്രഞ്ചിയാണ്. ഇത് രണ്ടും ഞാൻ എൻ്റെ നൈബർഹുഡ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ബൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളുടെ എല്ലാ ഐറ്റംസും ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് അതൊരു ബാംബൂ സ്റ്റിക്കാണ്, ലൈക്ക് ക്രാഫ്റ്റ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. എല്ലാ ഐറ്റംസും നമ്മൾ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ടോ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടോ നമ്മൾ ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ്. അത് പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് 1, 2, 3 സ്റ്റിക്സ് എല്ലാം നമ്മളൊരു പ്രോഡക്റ്റിൽ ഒട്ടിക്കേണ്ടി വരും, ലൈക്ക് അതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ആ സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളത് ഒന്ന് സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 3 ബൊക്കെ ഷീറ്റ്സാണ്. ഒന്ന് ഒരു ട്രാൻസ്പെറൻറ്റിൽ പിങ്ക് ഹാർട്ട്സ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഒരു പിങ്ക് ഷീറ്റ്, പിന്നെ ഒരു വൈറ്റ് ഷീറ്റ്. ഞാനൊരു പ്യുവർ വൈറ്റ് ഷീറ്റാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, ബട്ട് എനിക്കൊരു ഗോൾഡൻ ബോർഡർ ഉള്ളതാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വിചാരിച്ചു, ഗോൾഡൻ ബോർഡേഴ്സ് കട്ട് ചെയ്ത് കളയാം. ബൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബേസിക് ഐഡിയ മതി, ലൈക്ക് ഏത് കളർ തീമിലാണ്, എങ്ങനെയാണ് നമ്മൾ ഷീറ്റ്സ് ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഈ ബൊക്കെ ഷീറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇതിൻ്റെ ഒരു ബേസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോം അവൈലബിൾ ആണ്. ഫോം ഇൻ ദ സെൻസ് ഒയാസിസ് പറയും, അല്ലെങ്കിൽ ഫ്ലോറൽ ഫോം എന്ന് പറയും. പിന്നീട് നമുക്കുള്ളത് ഈ ഷീറ്റ്സ് എല്ലാം ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ബൊക്കെ റാപ്പിങ്ങിൻ്റെ മെത്തേഡിൽ നമ്മൾ ഷീറ്റ്സ് റാപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ കാണുന്നതാണ് ഒയാസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലോറൽ ഫോം എന്ന് പറയുന്നത്. ലൈക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് എല്ലാം ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വെറ്റ് ചെയ്തിട്ട് നമ്മളതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കലാണ്. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വെറ്റ് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ അതിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ക്രോസ് ആയിട്ട് സിഗ്സാക്ക് ആയിട്ടെല്ലാം നമ്മൾ പ്രോഡക്ട്സിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യേണ്ടി വരും, അതിനൊന്ന് സ്റ്റേഡി ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ഷീറ്റും ഫോമും ഈ നമ്മളുടെ ഗുഡീസും എല്ലാം കൂടെ ഒന്ന് ഫസ്റ്റ് ഇത് സെല്ലോ ടേപ്പ് റോൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രോഡക്ട്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ലൈക്ക് ഇതാണ് ഫസ്റ്റ് ബേസ് എന്ന് പറയുന്നത്. അങ്ങനെ ലെയർ ബൈ ലെയർ എല്ലാ പ്രോഡക്ട്സും നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കുക. എങ്ങനെയാണ് നമ്മൾ പ്രോഡക്ട്സ് ലൈക്ക് ബൊക്കെ ഫൈനൽ ഫിനിഷിൽ എങ്ങനെയാണ് നമ്മൾ പ്രോഡക്ട്സിൻ്റെ സൈസസും കാര്യങ്ങളും എന്തൊക്കെ മുന്നിൽ വരണം ബാക്കിൽ വരണം എന്നെല്ലാം നോക്കിയിട്ട് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് വെക്കാനുള്ളത് ഫ്ലവേഴ്സാണ്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ആയിട്ട് ഫെറേറോ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റപ്പ് വീഡിയോ അൺഫോർച്ചുനേറ്റ്ലി എടുക്കാൻ പറ്റില്ല, ലൈക്ക് റെക്കോർഡ് ബട്ടൺ വാസ് നോട്ട് ഓൺ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. ഈ ഗിഫ്റ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഈ റിബൺ ടൈ ചെയ്യുന്ന പാർട്ടാണ് ഇതിലുള്ള ഏറ്റവും ഹാപ്പിയസ്റ്റ് പാർട്ട് എന്നുള്ളത്. ലൈക്ക് ഫൈനൽ പ്രോഡക്റ്റ് സെറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് എങ്ങനെയാണ് നമ്മളൊരു കോസ്മെറ്റിക് ബൊക്കെ അല്ലെങ്കിൽ ഗുഡി ബൊക്കെ, ഗിഫ്റ്റ് ബൊക്കെ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. I hope this video was helpful to you. Thank you for watching and do subscribe.